ഹലോ, വെൽക്കം ബാക്ക് ടു ഇഗ്നോ പൾസ്. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആരൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, നിർബന്ധമാണോ എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെ ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഇഗ്നോ സമർത്ഥയിൽ ലോഗിൻ ആവണം. നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും പിന്നെ ഈ ക്യാപ്ചയും അടിച്ചു കൊടുത്തിട്ട് ലോഗിനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് നമ്മുടെ പ്രോഗ്രാം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്ത കോഴ്സും കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും. അതിനകത്ത് കോഴ്സിൻ്റെ അവിടുത്തെ ക്ലിക്ക് ചെയ്യാറിൽ, അതായത് BCom-F എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ, അവിടുത്തെ ക്ലിക്ക് ചെയ്യാറിൽ പോവാം. എന്നിട്ട് മേലെ ക്ലിക്ക് ഹിയർ ടു സെലക്ട് യുവർ കോഴ്സസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മുടെ അടുത്ത ഇയറിലോട്ടുള്ള കോഴ്സുകൾ അവിടെ കാണിക്കും. ഇനിയിപ്പം നിങ്ങൾക്ക് അതിനകത്ത് വല്ല ചൂസ് ചെയ്യാനുണ്ടെങ്കിൽ, ഓപ്ഷണലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യണമെങ്കിൽ അത് ചൂസ് ചെയ്യണം. ഇവിടെ അപ്പോൾ നമുക്ക് ഓപ്ഷനായിട്ടില്ല, കാരണം ഒക്കെ കമ്പൽസറി സബ്ജക്ട്സ് ആണ്. പിന്നെ എപ്പോഴും നമുക്ക് ഫീ അടയ്ക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. ടെക്സ്റ്റ് ബുക്ക് വേണമെങ്കിൽ നമ്മുടെ എമൗണ്ടിൽ നിന്ന് 15% ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ആ ഓപ്ഷൻ ചൂസ് ചെയ്യുക. എന്നിട്ട് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലോട്ട് പോവുക. എങ്ങനെയാണോ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തുന്നത് അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായ ഇങ്ങനൊരു ഓപ്ഷൻ കാണിക്കും. ഇനി പ്രിൻറ്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് സേവ് ആക്കി വെക്കാം. അപ്പം ഇത്രയുള്ളൂ രജിസ്ട്രേഷൻ ചെയ്യാൻ. ഇനി ആർക്കെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടാണ് തോന്നുകയാണ്, നമ്മളെ ഹെൽപ്പ് വേണമെങ്കിൽ ഈ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ ഇതുപോലെ ഇഗ്നോ കോണ്ടൻസിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.